അന്ന് വൈകിട്ട് തന്നെ സാധനങ്ങൾ പാക്ക് ചെയ്ത് ജോസഫ് സാറിന്റെ വീട്ടിൽ ഞങ്ങളെത്തി. പ്ലീസ് കം. താങ്ക് യു. ഇത് അങ്കിളുടെ റൂം. ഡിഗ്രിയിൽ കത്തി നിന്ന ഉഷ്ണച്ചൂടിൽ നിന്നും ജോസഫ് സാറിന്റെ ബംഗ്ലാവിലെ തണുപ്പിലേക്ക് കയറുമ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ സ്വന്തം വീടിനെ ആത്മനിന്ദയോടെ ഞാൻ ഓർത്തു. നീ എന്ത് തീരുമാനിച്ചു? നാട്ടിലേക്ക് പോകുന്നുണ്ടോ? ചാവാൻ അത്ര ദൂരം പോവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നാട്ടിൽ പോയിട്ട് എങ്ങനെ ജീവിക്കും? കാശ് കൊടുക്കാനുള്ളവരൊക്കെ ഇങ്ങനെ രാവും പകലും വിളിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ എന്ത് മറുപടി പറയണം? അതോ അവനെയൊക്കെ കൂടെ ഞാൻ എങ്ങനെയെങ്കിലും നാട് പറ്റിയാൽ മതിയെന്നായിരുന്നു ടിക്കറ്റ് കൈ കിട്ടുന്നവരെ. ഇപ്പൊ ആലോചിച്ചിട്ട് തല പെരുക്കുക. ഇവളുടെ കല്യാണം മനസ്സിൽ കണ്ട് 1-2 പ്രോപ്പർട്ടീസ് മേടിച്ചിട്ടതാ. ഇവിടെ പ്രശ്നമായപ്പോ എല്ലാം വിറ്റു. കൊട്ടാരം പോലെ വീട് വെച്ചിട്ടുണ്ട്. അത് പെങ്ങളുടെ പേരിൽ എഴുതി വെച്ചിക്കാം ഇവിടെ ഒരാളും. ഇനിയിപ്പോ ചെന്നിട്ട് അതിന്റെ ചായ്പിൽ വേണം കഴിയാൻ. ഞാൻ അവിടെ താമസിക്കില്ല. പിന്നെ എങ്ങോട്ട് പോകണം? അടങ്ങി ഒതുങ്ങി പറയുന്ന കേട്ടു തോന്നണം. അഞ്ച് തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്ത് ജോസഫ് സാറിന്റെ കയ്യിലുണ്ട്. നമ്മുടെ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു പിടിക്കാൻ ഇനി അത് നമ്മുടെ കയ്യിലെത്തിയാൽ എന്താ കുഴപ്പം? മോഷ്ടിക്കാൻ കാട്ടിലെ നിയമമാണ് സത്യം. വിശക്കുമ്പോൾ നായാടി കൊല്ലുന്നത് പാവമല്ല. ഈ അവസ്ഥയിൽ ഇവിടെയും നാട്ടിലും നമുക്ക് ജീവിതമില്ല. ഒന്നുകിൽ മരിക്കാനുള്ള ധൈര്യം ഉണ്ടാവണം, അല്ലെങ്കിൽ ജീവിക്കാനുള്ള ധൈര്യം. രണ്ടിലൊന്ന് ഇപ്പൊ തീരുമാനിക്കണം. ശബ്ദം വെച്ച് ആളെ ഉണർത്തരുത്. കുഞ്ഞിന്റെ കഴുത്തിലിരിക്കുന്ന കത്തിയൊന്ന് അമർത്തിയാൽ മതി, പിടഞ്ഞു തീരുവത്. അരുത്, എന്റെ കുഞ്ഞിനൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? പണം. നിങ്ങളുടെയും കുടുംബത്തിന്റെയും ബാങ്ക് അക്കൗണ്ടുകളിലുള്ള ഫുൾ എമൗണ്ട് ഞാൻ പറയുന്ന അക്കൗണ്ടുകളിലേക്ക് ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യണം. ഈ നിമിഷം. ഒരു നിമിഷം വൈകിയ കുഞ്ഞു പിന്നെ ജീവനോടുണ്ടാവില്ല. ഇപ്പോ സമയം 3. 5 മണിക്കാണ് ഫ്ലൈറ്റ്. 3:30 ഇവിടെ നിറങ്ങണം. ഇവിടെ നടന്നതൊന്നും ഒരാളും അറിയരുത്. കുഞ്ഞ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഓ
അമ്മയെ ഫീഡിംഗ് ബോട്ടിൽ എടുത്ത് വെച്ചോ? ആ എല്ലാം എടുത്തിട്ടുണ്ട് മോളെ. ഇല്ലടേ ബാബാ പോട്ടോ, നമുക്ക് പോവാം. ഇല്ലട ചക്കരേ, നമുക്ക് പോവാട്ടോ. കുഞ്ഞിനെങ്കിത ഒയ്യോടാ. എന്താടാ വാവേ? ഓ മുത്തേ. അപ്പൊ ശരി. ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ആ കേട്ടോ, ബൈ. ബൈ.